തുറക്കണമേ. ദൈവശക്തിയോടുകൂടെ അവിടുത്തെ വചനം അറിയിക്കുവാനായിട്ട് അവിടുത്തെ ദാസനെ അവിടുത്തെ ബലപ്പെടുത്തുമാറാകണം എന്ന് ഞങ്ങൾ അവിടുത്തെ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാം തിരുസല്ലായിരിക്കട്ടെ. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ നാമമഹത്വപ്പെടുത്തുവാൻ പ്രസാദിക്കണമേ. എളിയവരാ ഞങ്ങളുടെ പ്രാർത്ഥന ഒന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് വളരെ പരിചിതമല്ലാത്ത ഒരു ശുശ്രൂഷയാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. അങ്ങനെ പറയാൻ കാരണം, സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലേക്ക് ക്ഷണിക്കുമ്പോൾ ദിവസങ്ങളോളം രാത്രിയും പകലുമൊക്കെ പ്രാർത്ഥിച്ച് ദൈവം വെളിപ്പെടുത്തി തരുന്ന വിഷയം സംസാരിക്കുന്ന രീതി മാത്രമേ കഴിഞ്ഞ 28 വർഷമായിട്ട് എനിക്കുള്ളൂ. ആദ്യമായിട്ടാണ് സജുവിനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുകയായിരുന്നു. പ്രൊഫഷണലായിട്ടുള്ള സുവിശേഷന്മാർക്ക് അത് കഴിയും. എന്നെ പോലുള്ള ഒരു സാധാരണ സുവിശേഷകന് ഈ വിഷയം കൊടുത്ത് ആ വിഷയത്തെ അധികരിച്ച് പ്രസംഗിക്കുക എന്നത് എനിക്ക് പരിചയമില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്നവരുടെ അറിവിനായിട്ട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ദയവായി നിങ്ങൾ സൈലന്റ് മോഡിലിടുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെ കാണുവാൻ നിങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ സമീപത്തുനിന്ന് വളരെ ദൂരത്ത് വെച്ച് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ ഫോണുകൾ വാങ്ങി അവർ വയ്ക്കും. നാം വന്നിരിക്കുന്നത് അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ആ ഭയം നമുക്കുണ്ടായിരിക്കുവാൻ ഇടയായി തീരട്ടെ. അത്രമാത്രമേ ഞാൻ ഫോണിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഫോണുകളിലേക്ക് കൊണ്ടുവരുന്നതും ആത്മീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും തിരുവെഴുത്തിൻ്റെ ഒരു പ്രമാണത്തോടും ചേർന്ന് നിൽക്കുന്നതല്ല. അത് സ്നേഹപൂർവ്വം ഞാനെക്കുറിച്ച് ആ ലേഖനം എഴുതിയിരുന്നു. ചില 1-2 വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം പേര് ആ വിഷയത്തോടുള്ള ഒന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫോൺ ആവശ്യമാണ്. എന്നാൽ അത് ബൈബിള് അതിൽ കൊണ്ടു നടക്കാൻ പറ്റിയതല്ല. ലോകത്തിലുള്ള സകല മ്ലേച്ഛതകളും ഉള്ളതാണ് ടെലിഫോൺ. തുറന്നാൽ മ്ലേച്ഛതകളാണ് അതിനകത്തുള്ളതിലെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ബൈബിളും കൂടെ വന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു തലമുറയുണ്ട് എന്നുള്ളത് നാം ഓർത്തുകൊള്ളുക. നാം ചെയ്യുന്നതിനെ അനുകരിക്കുന്ന ഒരു തലമുറ. നാം ബൈബിൾ മാത്രമേ അതിൽ പരിശോധിച്ചിട്ടുള്ളൂ എങ്കിൽ ഇപ്പോൾ ചില അസംബ്ലികളിലൊക്കെ ഞാൻ ഒട്ടനവധി സ്ഥലങ്ങളിൽ പോകുന്നതാണ്. കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കൊണ്ടുവച്ച് അതിനകത്ത് പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അപകടകരമാണ്, എത്ര സങ്കടകരമാണ്. മാതാപിതാക്കൾ മൊബൈൽ കൊണ്ട് ഹോളിലേക്ക് വരാതിരിക്കുക, കുഞ്ഞുങ്ങളെ അതിൽ നിരുത്സാഹപ്പെടുത്തുക. അതിന് വരും ദിവസങ്ങൾ സഹായിക്കട്ടെ. നിങ്ങൾ എനിക്ക് തന്ന വിശ്വാസിയും വിശുദ്ധ ജീവിതവും. ആദ്യമായി ഞാനൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആരാണ് വിശ്വാസി? നമുക്കിങ്ങനെ പറയാം, വിശ്വാസമുള്ളവരെല്ലാവരും വിശ്വാസിയാണ്. നാം ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ക്രൈസ്തവ വിശ്വാസികളുണ്ട്, ഹൈന്ദവ വിശ്വാസികളുണ്ട്, ഇസ്ലാം വിശ്വാസികളുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം നാം മതവിശ്വാസികൾ എന്ന് പറയും. ലോകത്തിൻ്റെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം, ഏകദേശം ഏതാണ്ട് ഒരു 300 കോടിയോളം വരുന്ന ക്രൈസ്തവർ ലോകത്തിലുണ്ട്. ഇവരെ എല്ലാവരെയും പൊതുവെ വിളിക്കുന്നത് ക്രിസ്തുമത വിശ്വാസികളെന്നാണ്. ചില ആളുകളുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. ചിലർ ആഴ്ചയിൽ 3 പ്രാവശ്യം പോകുന്നവരുണ്ട്, 2 പ്രാവശ്യം പോകുന്നവരുണ്ട്, ഞായറാഴ്ച മാത്രം പോകുന്നവരുണ്ട്. ഞാൻ ഓർക്കുന്നു 1973 ഞാൻ എൻ്റെ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൻ്റെ ബാക്കിലുള്ള ഒരു ലോഡ്ജിലാണ് ഞാൻ താമസിച്ചിരുന്നത്. 3 നിലയുള്ള ഒരു വലിയ കെട്ടിടം. അതിൽ മുഴുവനും കുട്ടികളാണ്, സ്റ്റുഡൻസാണ് താമസിക്കുന്നത്. 3ാമത്തെ നിലയിൽ 2 റൂമേ അതിലൊരു റൂമിലാണ് ഞാൻ താമസിച്ചത്. ഞാൻ അതിരാവിലെ ഒരു 3:30-4 മണിക്കൊക്കെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് ടെറസിലൂടെ ഇങ്ങനെ നടന്ന് പഠിക്കുമ്പോൾ
ഞാൻ കണ്ടുള്ളത് തൊട്ട് താഴെ കൂടെ 2 അമ്മച്ചിമാർ എല്ലാ ദിവസവും ഈ ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് പ്രായമുള്ള അമ്മച്ചിമാർ നടന്ന് പാളയം പള്ളിയിലേക്ക് പോവുകയാണ്. അവർ എല്ലാ ദിവസവും പോകുന്നവരാണ്. അപ്പോൾ അവർ വാസ്തവത്തിൽ വിശ്വാസികളല്ലേ എന്ന് ചോദിച്ചാൽ അവർ വിശ്വാസികളാണ്. അപ്പോൾ ഈ എല്ലാ ദിവസവും പോകുന്നവരെയും 3 ദിവസം പോകുന്നവരെയും 1 ദിവസം പോകുന്നവരെ എല്ലാവരെയും നിങ്ങൾ വിശ്വാസികളെന്ന് അംഗീകരിക്കുമോ? അവരെ മതവിശ്വാസികൾ എന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയും. വിശ്വാസം എന്ന വിഷയത്തിൽ ഒട്ടനവധി വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? അതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മോക്ഷം കിട്ടുമോ? നമുക്കറിയാം, ലോകത്തിൽ ഒട്ടനവധി മതങ്ങളുണ്ട്. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ഇസ്ലാം മതം, ഇങ്ങനെ തുടങ്ങിയ അനേക മതങ്ങൾ ഉണ്ട്. ക്രിസ്തുമതവും ഉണ്ട്. എന്താണ് മതമെന്ന് പറഞ്ഞാൽ? ദൈവത്തെ തിരയുന്ന മാനുഷിക പരിശ്രമമാണ് മതം എന്ന് പറഞ്ഞാൽ, മതങ്ങളെല്ലാം ദൈവത്തെ തിരയുകയാണ്. ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ലോകത്തിൽ വന്നത്? മനുഷ്യൻ എന്തിനു മരിക്കണം? മരണം മനുഷ്യനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ ജനനവും ജീവിതവും മരണവും ഒക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? ഈ സംവിധാനം ചെയ്ത വ്യക്തിയെ എനിക്ക് കാണുവാനായിട്ട് കഴിയുമോ? ഒട്ടനവധി ചോദ്യങ്ങൾ മതത്തോട് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇസങ്ങൾക്കോ ശാസ്ത്രത്തിനോ ഒന്നും ഇതിന് വ്യക്തമായ ഉത്തരം തരുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നാം പരിശോധിച്ചാൽ നിരീശ്വരവാദികളായവർ ഒഴികെ എല്ലാവരും ഒരുപോലെ സമ്മതിക്കും, ഞങ്ങൾ പാപികളാണ് എന്ന് സമ്മതിക്കും. പാപയാണെന്നുള്ള ബോധ്യം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതുകൊണ്ട് പൂജകള്, പുണ്യകർമ്മങ്ങള്, പുണ്യസ്ഥല സന്ദർശനം, പുണ്യ സ്നാനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവരിൽ അനേകരും ഇത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോക്ഷത്തിലുള്ള ആഗ്രഹം ലോകത്തിലുള്ള സകല മനുഷ്യരിലുണ്ട്. അതുപോലെ നാം നോക്കുക, പള്ളികളില്, അമ്പലങ്ങളില്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവരുടെ എണ്ണം എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ശബരിമലയിലോ മലയാറ്റൂരോ അതുപോലെ പരുമലയിലൊക്കെ നോക്കിയാൽ ആളുകളുടെ എണ്ണം എല്ലാ വർഷവും കൂടിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും മോക്ഷം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട്. മോക്ഷം തേടി ഗുഹകളിലേക്ക് പോകുന്ന ആളുകളെ കാണുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ മക്കളുടെ പാപപ്രവൃത്തികൾ കണ്ട് ഹൃദയം പൊട്ടി അവരിൽ മാറ്റം വരുവാനും അവർക്ക് മതവിശ്വാസം ഉണ്ടാകുവാനും വേണ്ടി അതേ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? മനുഷ്യനെ തെരയുന്ന ദൈവീക ഉദ്യമമാണ് സുവിശേഷം എന്ന് പറയുന്നത്. മതം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ സുവിശേഷം മനുഷ്യനെ അന്വേഷിക്കുകയാണ്. പാപിയായ മനുഷ്യനെ ദൈവം അന്വേഷിക്കുകയാണ്. എവിടെയാണ് അത് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കതറിയാം. ഏദനിലാണ് അത് ആരംഭിച്ചത്. ദൈവികമായ സംസർഗം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അവന്റെ സന്നിധിയിലേക്ക് അവനെ തേടി വരുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനെ അന്വേഷിച്ച് അവനായിരിക്കുന്ന സ്ഥാനത്തേക്ക് കടന്നു പോകുന്ന ദൈവം അവൻ വിളിക്കുവാൻ ശ്രമിച്ചതായിട്ടൊക്കെ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നും എന്നേക്കുമായി അകന്നുപോയ മനുഷ്യനെ, പാപിയായ മനുഷ്യനെ അന്വേഷിച്ച് അവന്റെ സമീപത്തേക്ക് ചെന്ന സ്നേഹത്തിന്റെ ദൈവം മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ചു പോയില്ല. അവൻ ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുവാനായി ശ്രമിച്ചപ്പോൾ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ദൈവം ഇന്നും മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ദൈവത്തെ വെളിപ്പെടുത്താത്തിടത്തോളം കാലം മനുഷ്യന് ദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്വയമായി കഴിയുകയില്ല. ദൈവത്തെ കാണുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും, എല്ലാ മാനുഷിക പരിശ്രമങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു നമുക്കറിയാം, ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ അവന് യേശു എന്ന് പേരിട്ടു. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്,
മനുഷ്യവർഗത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്ന യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ റിലേഷൻ. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഒരു മതമല്ല, അതൊരു ബന്ധമാണ്, രക്തബന്ധം. പാപിയായ മനുഷ്യന് ദൈവം നൽകുന്ന ഉദ്ധാരണമാണ് രക്ഷ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ആരെങ്കിലും വേദഭാഗങ്ങൾ എടുത്ത് ഒന്ന് വായിച്ച് സഹായിക്കുക. റോമാലേഖനം 5:12. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. പാപത്തിന്റെ ഫലം എന്താണ് എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ദൈവം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ആൻ അപ്പോയിന്റ്മെന്റ്. മരണത്തിന് ശേഷം മനുഷ്യന്റെ ന്യായവിധിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ പുതിയ സൃഷ്ടിയായി തീരണം. ഒരു പുതിയ ജീവനെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിക്കുന്നതാണ് പുതുജനനം എന്ന് പറയുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ ഒരു സ്ഥലത്തൊരു സ്നാന ശുശ്രൂഷ നിർവഹിക്കുവാനായി ഞാൻ പോയി. അപ്പോൾ ഞാൻ സഹോദരന്മാരോട് പറഞ്ഞു, അതിനു മുമ്പ് ക്ലാസ് എടുത്തതിന് ശേഷമേ ആ ശുശ്രൂഷ ഞാൻ നിർവഹിക്കുകയുള്ളൂ. ആര് സ്നാനപ്പെടണം, ആര് സ്നാനപ്പെട്ടുകൂടാ എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ ആ ശുശ്രൂഷയിലേക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 7-8 പേരുടെ അടുത്തുള്ളൊരു തോട്ടിലായിരുന്നു ആ സ്നാന ശുശ്രൂഷ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ നനഞ്ഞ വസ്ത്രം ഒരു പ്ലാസ്റ്റിക് ഉള്ളിട്ട് ഒരു റബ്ബർ തോട്ടത്തിലൂടെ മടങ്ങി വരുമ്പോൾ അവിടുത്തെ സുവിശേഷകന്റെ മകൻ, ഒരു 10 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ്, അവൻ എന്നോട് വലിയ ഇഷ്ടമാണ്. അവൻ എന്നെ അപ്പച്ചെന്നാ വിളിക്കുന്നേ. അവന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ 5 പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നു. മോനെ എന്താ പറഞ്ഞേ? അപ്പച്ച ഞാൻ 5 പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെങ്ങനെയാ? ഈ പ്രാവശ്യം VBS നടത്തിയ അങ്കിള് ഈ പ്രാവശ്യം എന്നോട് കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കിളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൈവെക്കിയത് കുഴപ്പമില്ല, ഈ വർഷവും കൈവെക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ആളിനെ എനിക്ക് മനസ്സിലായി. ഒരു അപകടകരമായ കാര്യം സൂചിപ്പിക്കുവാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. സൺഡേ സ്കൂൾ പഠിപ്പിക്കണം, ദൈവവചനം പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. അതിനപ്പുറത്ത് ഒരു സ്റ്റെപ്പിലേക്കും നിങ്ങളാരും പോകരുത്. ഒരു വ്യക്തിയെ രക്ഷിക്കേണ്ടത് കർത്താവ് മാത്രമാണ്. ഇങ്ങനെ കൈപൊക്കി രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും യഥാർത്ഥമായി രക്ഷിക്കപ്പെടുവാൻ പിശാച് സമ്മതിക്കുകയില്ല. അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു പുതിയ ജീവനെ ഉള്ളിൽ ദൈവം സൃഷ്ടിക്കുന്നതാണ്. ഒരുവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്നത് പോലെ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു ആന്തരികമായ പ്രവർത്തനമാണ്. അവൻ പുതുതായി ജനിക്കുകയും പുതുജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ആർക്കാണ് ഈ വീണ്ടും ജനനം ആവശ്യമായിരിക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം. നിക്കോദിമോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. നിക്കോദിമോസിനെ കുറിച്ച് യഹൂദ പാരമ്പര്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവൻ ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ആഴ്ചയിൽ 1 പ്രാവശ്യം ഉപവസിക്കുന്നവനായിരുന്നു. അവരുടെ സിനഗോഗുകളിൽ, പള്ളികളിൽ അവരുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നയാളായിരുന്നു. നോക്കുക, ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ആളെ ഇന്നത്തെ കാലത്താണെങ്കിൽ പിടിച്ച് മൂപ്പനാക്കും. പക്ഷേ അവന്റെ നേരെ കർത്താവ് കൈ ചൂണ്ടിയിട്ട് പറയുന്നത്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിനക്ക് കഴിയുകയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പൗലോസ് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതെ, അവൻ ദ്രോഹങ്ങളൊക്കെ ചെയ്ത് ഉപദ്രവകാരിയായി മതത്തിനെതിരെ നിന്ന ഒരു വ്യക്തിയാണ്. ക്രിസ്തു മാർഗത്തിനെതിരെ നിന്ന ഒരു വ്യക്തിയാണ്. ദൈവം അവനെ പിടിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കേരളത്തിൽ കഴിഞ്ഞ 23 വർഷം ഇപ്പോൾ കഴിയുന്നില്ല, ഗവൺമെന്റ് അനുവാദം നിഷേധിച്ചതുകൊണ്ട്. കേരളത്തിലെ ജയിലുകളിൽ പോകുമ്പോൾ ധാരാളം തടവുകാരെ കാണാറുണ്ട്. ചിലരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ പള്ളിയിൽ മീറ്റിംഗ്
ചെന്നു. മീറ്റിങ്ങിന് ഞാൻ സംസാരിക്കുമ്പോൾ അന്ന് 2-3 പേർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ അവരെ സമീപിക്കും, അവരുമായിട്ട് ഹൃദ്യമായി അല്പസമയം ഇടപെടും. അവർ എന്തുകൊണ്ട് കുറ്റം ചെയ്തു, അവരുടെ ഇടയിൽ ചില സർവേകളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതിനിടയിൽ. അപ്പോൾ ഒരു മനുഷ്യൻ വന്നിരുന്നു, ഒരു 45-48 വയസ്സ് പ്രായം കാണും. വളരെ മൂടിയായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ചോദിച്ചു, വിചാരണ തടവുകാരനാണോ? സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരെയും ഇടയ്ക്ക് കൊണ്ടിടാറുണ്ട്, അതോ ശിക്ഷിക്കപ്പെട്ടു വന്നയാണോ എന്ന് ചോദിച്ചപ്പോൾ ശിക്ഷിക്കപ്പെട്ടതാണ്. ഏത് കോടതിയുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഹൈക്കോടതിയുടേതാണ്. എന്താണ് കേസ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കൊലക്കേസാണെന്ന് പറഞ്ഞു. ആരെയാണ് കൊന്നതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം ചുമന്നു. അല്പസമയം അദ്ദേഹം മൗനമായി നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ കൊന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു? 18 വയസ്സ്. ഒരു ഹൃദയത്തിലുള്ള ഒരു ഇടിവാൾ കടന്നു പോകുന്നത് ഞാൻ എൻ്റെ മകൾക്കും ഉണ്ട് 18 വയസ്സ്. ചില വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മകളെ കൊന്നു? 2 കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് പറയും, സാർ അത് മാത്രം എന്നോട് ചോദിക്കരുത്, എന്നിലുണ്ടായിരുന്ന പൈശാചികത്വം അത് ചെയ്തു. 3 മാസമായി ഞാൻ ഇതിനുള്ളിൽ വന്നിട്ട് ഉറങ്ങിയിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന എൻ്റെ മകളുടെ ചിത്രമാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. സാർ, എൻ്റെ കൈകളിൽ പുരട്ടതെല്ലാം എൻ്റെ രക്തമാണ് സാർ. ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞാൻ അദ്ദേഹത്തെ 2 വാക്യം എടുത്ത് കാണിച്ചു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. അന്ന് കേട്ട സുവിശേഷ സന്ദേശത്തോടുകൂടെ ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരിയായി ഒഴുകി താഴെ വീണു. ഉടഞ്ഞുപോയ ഒരു മനുഷ്യൻ, തകർന്നുപോയ ഒരു മനുഷ്യൻ താൻ അവിടെ വെച്ച് കർത്താവിനെ സ്വീകരിച്ചു. നോക്കുക, ഇവർക്ക് മാത്രമാണോ ഈ രക്ഷ ആവശ്യമായിരിക്കുന്നത്? കൊടും കുറ്റവാളികളായി ജീവിക്കുന്നവർക്കും പൗലോസിനെ പോലുള്ള ഉപദ്രവകാരികൾക്കും മാന്യനായി ജീവിച്ച നിക്കോദിമോസിനെ പോലെയുള്ളവർക്കും മാത്രമാണോ? വീണ്ടും ജനനം സകല മനുഷ്യവർഗത്തിനും ആവശ്യമാണ്. ബൈബിൾ അസന്നിഗ്ധമായ ഭാഷയിലാണത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. അവിടെ എന്താണ് വായിക്കുന്നത്? യോഹന്നാൻ 3:3. ഞാൻ നിന്നോട് പറയുന്നു, ആ, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ആർക്കും എന്നുള്ളതൊന്ന് അടിവരിക്കുക. പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും, ഒരു വ്യക്തിക്ക് പോലും ദൈവരാജ്യം കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല. വീണ്ടും ജനനത്തിന് പകരമായി ദൈവം മറ്റൊന്നും നൽകിയിട്ടുമില്ല. നമുക്ക് യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ബാക്കി, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നോക്കുക, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. വീണ്ടും ജനനം എന്ന് പറയുന്നത് ഈ പ്രകൃതിക്ക് അതീതമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് വിപ്ലവകരമായിരിക്കുന്ന ഒരു മാറ്റമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എത്രയോ ക്രിമിനലുകളുടെ ജീവിതത്തിൽ ദൈവം രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ അസംബ്ലിയിൽ ഒരു സുരേഷ് കൂടി വരുന്നുണ്ട്. ഇന്നലെയും സുരേഷിനെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ണൂർ ജയിലിൽ കാണുമ്പോൾ 34 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 4 കൊലക്കേസുകളിൽ നേരിട്ട് ഇടപെട്ടയാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങളെ പറഞ്ഞാൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായിരുന്നു. എന്നാൽ ദൈവം വരുത്തിയ മാറ്റം ലോകത്തിലെ ഈസങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനും സാഹിത്യത്തിനും കലയ്ക്കും സംസ്കാരത്തിനും ധനത്തിനും തരുവാൻ തക്കവണ്ണം കൊടുക്കുവാൻ കഴിയാത്ത വലിയ ഒരു മാറ്റം മനുഷ്യനിൽ ഉളവാക്കുന്നതാണ്.
റിപ്പന്റിനെ കുറിച്ച് ചാൾസ് സിമ്യോൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വൺ ഓഫ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ മാർക്ക് ഓഫ് ട്രൂ റിപ്പന്റൻസ് ഈസ് എ ഡിസ്പൊസിഷൻ ടു സീ അവർ സിൻസ് ആസ് ഗോഡ് സീസ് ദം. മോസ്റ്റ് ഫണ്ടമെന്റൽ മാർക്ക് ഓഫ് ട്രൂ, യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരം എന്ന് പറയുന്നത് അതെ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള മനോഭാവം, ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ചുണ്ടാകുന്ന ഒരു മനോഭാവം, ആ മാറ്റം. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വീണ്ടും ജനനം നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ലോകത്തുള്ള ക്രൈസ്തവരെല്ലാവരും വിശ്വാസികൾ എന്ന് പറയുന്നവരാണ്. ഹൈന്ദവരെ സംബന്ധിച്ചു അവരും വിശ്വാസികളാണ്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വാസികളാണ്. എന്നാൽ ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചേ. വീണ്ടും ജനനം എങ്ങനെയാണ് നടക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 1:18. ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23 വായിച്ചേ. 1 പത്രോസ് 1:23. ഗണിതബീജത്താലല്ല, ഗണാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നോക്കുക, വീണ്ടും ജനനം സംഭവിക്കുന്നത് സത്യത്തിന്റെ വചനത്താൽ, ദൈവവചനത്താലാണ് നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടത്. ഇനി വായിക്കാം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 6:11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ, സത്യത്തിന്റെ വചനത്താൽ ജനിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കുന്നു. യോഹന്നാൻ 3:5-6. യോഹന്നാൻ 3:5-6. നേളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. വെള്ളത്താലും ദൈവവചനത്താലും ദൈവ ആത്മാവിനാലുമാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കേണ്ടത്. ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ജനനമാവുകയില്ല. ആ ഭാഗത്തേക്ക് നാം പോവുകയാണ്. കേവലം ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ക്രൈസ്തവരും പറയും, മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിൽ ചെന്ന് കിടക്കാൻ നേരം കർത്താവെ എന്ന് വിളിച്ചിട്ട് കിടക്കുന്ന മത്തായിക്കും ഇത് തന്നെ പറയും, എനിക്കും യേശുവിൽ വലിയ വിശ്വാസമാണെന്ന് പറയും. യഥാർത്ഥമായിരിക്കുന്ന ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12. നോക്കുക, അവിടെ മാനുഷിക വശവും ദൈവിക വശവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാനുഷിക വശം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക. ദൈവത്തിന്റെ വശം, ദൈവിക വശം എന്ന് പറയുന്നത് അവനെ ദൈവ മക്കളാക്കി തീർക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഓർമ്മിപ്പിച്ചത്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല, അതൊരു ബന്ധമാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, മനുഷ്യന് വിശ്വാസത്താൽ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ? മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? പുണ്യപ്രവൃത്തികൾ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ലേ? നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ലേ? ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യന് വിശ്വാസത്താൽ രക്ഷ വെച്ചത്? അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. എന്തുകൊണ്ടാണ് ദൈവം വിശ്വാസത്താൽ മനുഷ്യവർഗത്തിന് രക്ഷ ഒരുക്കിയത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഉൽപ്പത്തി 2:17. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാരാ പറയുന്നത്? ദൈവമാണ് ആദവിനോടും പറയുന്നത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. 3-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ നോക്കിയേ. നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇതാരാ പറഞ്ഞു കൊടുക്കുന്നേ? പിശാചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം പറയുന്നു തിന്നുന്ന നാളിൽ നീ മരിക്കും. പിശാച് അവരോട് പറഞ്ഞു നിങ്ങൾ ദൈവത്തെ പോലെയാകും.
അവർ തിന്നു. അവർ ചെയ്ത ഒന്നാമത്തെ പാപം എന്താണെന്ന് ചോദിച്ചാൽ നാം പറയുന്നത് അവർ ദൈവത്തെ ഒരു അനുസരണക്കേട് കാണിച്ചു എന്നാണ്. തിന്നരുതെന്ന് പറഞ്ഞു, തിന്നു. അനുസരണക്കേട് അല്ലേ? അല്ല. അതിനു മുമ്പ് ഒരു പാപം ചെയ്തു. എന്തായിരുന്നു ആ പാപം എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവനോട് കൽപ്പിച്ചപ്പോൾ അവർ അത് അവിശ്വസിച്ചു. തിരുനാളിൽ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞ പിശാചിന്റെ വാക്കുകളെ അവർ വിശ്വസിച്ചു. ദൈവത്തെ അവിശ്വസിച്ച് അനുസരണക്കേട് കാണിച്ച് ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് പോയ മനുഷ്യവർഗത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് അതേ പാപമോചനം ലഭിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 15:6. യഹോവയിൽ വിശ്വസിച്ചു, അതവൻ അവനെ നീതിയായി കടന്നു. ആരുടെ ചരിത്രമാണ് ഈ പറയുന്നത്? അബ്രഹാമിന്റെ ചരിത്രമാണ് നാം വായിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. റോമാലേഖനം 4:3. ദൈവത്തിൽ പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു. നോക്കുക, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. യോഹന്നാൻ 1:12. ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. റോമാലേഖനം 5:1 വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ഗലാത്യ ലേഖനം 3:26. ഗലാത്യർ 3:26. നോക്കൂ, വിശ്വാസത്താൽ ക്രിസ്തുയേശുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവമക്കളായി തീരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 26:18. അപ്പോസ്തല പ്രവൃത്തികൾ 26:18. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെയും അവകാശവും ലഭിക്കേണ്ടതിന് വിശ്വാസത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടുന്നു. 1 പത്രോസ് 1:4. 1 പത്രോസ് 1:4. നോക്കുക, വിശ്വാസത്താൽ ഞാനും നിങ്ങളും സൂക്ഷിക്കപ്പെടുന്നു. എബ്രായ ലേഖനം 4:3 വായിക്കാം. എബ്രായർ 4:3. നോക്കുക, വിശ്വസിച്ചവർക്ക് ദൈവം സ്വസ്ഥത തരുന്നു. നാം വായിച്ച വേദഭാഗങ്ങൾ മുഴുവനും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. വിശ്വാസത്താൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. വിശ്വാസത്താൽ നാം ദൈവമക്കളായി തീരുന്നു. വിശ്വാസത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. അതേ വിശ്വാസത്താൽ നാം സൂക്ഷിക്കപ്പെടുന്നു. അതേ വിശ്വസിച്ചവരായ എനിക്കും നിങ്ങൾക്കും സ്വസ്ഥത തരുന്നു. അപ്പൊ മനുഷ്യന് വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. എത്രയോ പ്രിയപ്പെട്ടവർ നിങ്ങളൊക്കെ വ്യക്തിപരമായി സുവിശേഷം പറയുവാനായി പോകുമ്പോൾ അവർ പറയുന്ന വാക്കുണ്ട്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തില്ല, ഒക്കുന്നിടത്തോളം നല്ല പ്രവൃത്തികളൊക്കെ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നാം ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു, കോടതിയുടെ മുൻപാകെ എത്തി, കോടതിയുടെ മുന്നിൽ നടന്ന അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി ആ പ്രതിയെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ കുറ്റം സയുക്തികമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ശിക്ഷ നാളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും, പ്രതി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ഈ കുറ്റം ചെയ്തു എന്നുള്ളത് ശരിയാണ്, എൻ്റെ നാട്ടിൽ വീടില്ലാത്ത അനേകരുണ്ട്, അവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കാം, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാം, വിദ്യാഭ്യാസം ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാം, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ കോടതിക്ക് വെറുതെ വിടാൻ കിട്ടുമോ? നിങ്ങളുടെ നീതി പ്രവൃത്തികൾ കൊണ്ട്
ഈ ലോക കോടതിക്ക് പോലും നിങ്ങളെ വെറുതെ വിടുവാൻ തക്കോണം കഴിയയില്ല എങ്കിൽ ദൈവത്തിന്റെ കോടതിക്കത് ചെയ്യുവാൻ തക്കോണം കഴിയാത്തത് കൊണ്ട് ഞാൻ ആ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞൊരു ദിവസം ഞാൻ ഈ ഹോളിൽ നിന്നത് പറഞ്ഞതായിരുന്നു. എന്താണ് വാസ്തവമായിരിക്കുന്ന വിശ്വാസം? സറണ്ടർ ആൻഡ് ഈൽഡ് ടു ദ സോവറിറ്റി ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ സർവാധിപത്യത്തിന് എന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നതാണ് വിശ്വാസം. ദൈവത്തിന്റെ സർവ ആധിപത്യത്തിനും എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം. അപ്പൊ അതാണ് വാസ്തവമായിരിക്കുന്ന വിശ്വാസം. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല. നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സ്വർഗത്തിൽ പോകുവാനുള്ളതല്ല സ്നാനം. രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നവർ ചെയ്യേണ്ട ഏറ്റവും വലിയ കൽപ്പനയാണ് സ്നാനം. സ്വർഗത്തിലേക്ക് പോകുവാനല്ല സ്നാനം. സ്വർഗത്തിൽ പോകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അതേ അനുസരിക്കേണ്ട ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം. അതുകൊണ്ട് രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടാൽ നിത്യതയിൽ വിശ്രമിക്കുന്ന MP ജോൺ സാർ പറഞ്ഞതുപോലെ ഉണങ്ങിയ പാവി കുതിർന്ന പാവിയാണ്. അത്രയേ ഉള്ളൂ. ഒരു വ്യത്യാസം ഇതിന് വരത്തില്ല. നിങ്ങൾ വാസ്തവമായി നിങ്ങൾ ജീവിതത്തെ യേശു ക്രിസ്തുവിന് സറണ്ടർ ചെയ്തിട്ടുണ്ടോ? സറണ്ടർ ആൻഡിൽ സമർപ്പിച്ചവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി യേശു ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്ന അനുഭവം. ഒരു ദേവദാസൻ എഴുതിയിരിക്കുന്നത് ഒരു പാപി രക്ഷിക്കപ്പെടുന്നതിനെ അദ്ദേഹം താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു മൺപാത്രം തറയിൽ വീണ് ഉടയുന്നത് പോലെയാണ്. ഒരു മൺപാത്രം തറയിൽ വീണ് ഉടഞ്ഞു കഴിഞ്ഞാൽ ആ മൺപാത്രത്തെ എടുത്ത് അതിനെ പഴയ പാത്രമാക്കി തീർക്കുവാൻ കഴിയുകയില്ല. അതിന്റെ രൂപവും ഭാവവുമെല്ലാം മാറും. ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ അടിമുടി മുഴുവനായി മാറും. അവനൊരു പുതിയ മനുഷ്യനായിട്ട് രംഗപ്രവേശം ചെയ്യുകയാണ്. അങ്ങനെ ഒരു വ്യതിയാനം വരുന്നു എങ്കിൽ മാത്രമേ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടവനെന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. കാൽവറിയിലേക്ക് നോക്കുക. 3 പേരെ അവിടെ കാണുവാനായി കഴിയും. അതിലെ ഒരുവൻ യേശു ക്രിസ്തുവിനോട് പറയുന്നത്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. എന്താണ് അതിന്റെ അർത്ഥം? വളരെ ബൃഹത്തായ ഒരു ആശയം ആ ഒറ്റ സെന്റൻസിന്റെ മുമ്പിലുണ്ട്. അല്ലയോ യേശുവേ, നീ ഈ ക്രൂശിൽ മരിക്കും, നിന്നെ യഹൂദന്മാർ അടക്കും, എന്നാൽ നീ ഉയർത്തെഴുന്നേറ്റ് രാജാവായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിനെ അവന്റെ ജീവിതത്തിന്റെ രാജാവായി അവൻ സ്വീകരിക്കുന്ന രംഗം. അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ആ ക്രൂശിൽ വെച്ച് നടക്കുമ്പോൾ അവന്റെ ഒരു കുറ്റകൃത്യത്തെ പോലും ദൈവം അവനോട് ചോദിക്കാതെ അവനോട് ദൈവം പറയുന്ന, കർത്താവ് പറയുന്ന മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഈ ഒരു മാറ്റം സംഭവിക്കാത്തിടത്തോളം ഒരു വ്യക്തിയും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ വിശ്വാസി എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ച ഒരു കഥയുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. നിങ്ങൾ അത് കേട്ടുള്ളതായിരിക്കാം. ഒരു നല്ല കൂരിട്ടുള്ള ഒരു രാത്രി, ഒരു മനുഷ്യൻ ഒരു തെരുവിളക്ക്, ചെറിയ വെളിച്ചമുള്ള ഒരു തെരുവിളക്കിന്റെ രാത്രിയാണ് ചുവട്ടിൽ വന്നു നിന്ന് അവിടെ എല്ലാം പരിശോധിക്കുകയാണ്. അതുവഴി വന്ന ആൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പരിശോധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. അപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇവിടെ എല്ലാം പരിശോധിച്ചോ? പരിശോധിച്ചു. നിങ്ങളുടെ പേഴ്സ് ഇവിടെയാണോ നഷ്ടപ്പെട്ടതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അല്ല, ഏതാണ്ട് ഒരു 100-300 വാര അപ്പുറത്താണ് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടത്. അവിടെ ഒന്നും വെളിച്ചമില്ല, അതുകൊണ്ട് വെളിച്ചമുള്ളിടത്ത് അന്വേഷിക്കുകയാണ്. ഇന്ന് അനേക ആളുകൾ ഇതുപോലെയാണ്, വെളിച്ചമന്വേഷിക്കുകയാണ്. എന്നാൽ നഷ്ടപ്പെട്ടിടത്തുനിന്ന് അല്ല അന്വേഷിക്കുന്നത്. അത് നഷ്ടപ്പെട്ട മനുഷ്യൻ ഒരു മദ്യപിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സുബോധം ഉണ്ടായിരുന്നില്ല. ഇന്ന് രക്ഷിക്കപ്പെടാത്തവരെ ബൈബിൾ പറയുന്നത് സുബോധം ഇല്ലാത്തവരായി ജീവിക്കുന്നു. അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയതാണ്. പക്ഷേ ശരിയായ സ്ഥാനത്ത് അന്വേഷിച്ചില്ല എങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നിങ്ങൾ മലയാറ്റൂർ പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യസ്ഥലത്തേക്കോ പോയാൽ ആ അന്വേഷണമല്ല ആവശ്യമായിരിക്കുന്നത്.
നിങ്ങളുടെ സമീപത്ത് കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അവനെ നിങ്ങൾ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ സമാധാനം നഷ്ടപ്പെട്ട്, സൗഭാഗ്യം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു ലോകത്തിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ലോകപ്രസിദ്ധനായിരുന്ന ഡയോജനിസ്, അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടൊരിക്കൽ ഏതൻസിന്റെ തെരുവിലൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. ഉച്ചയ്ക്ക് സൂര്യൻ മുകളിൽ നിൽക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ട്. ആ വിളക്ക് വെച്ച് നടന്നു പോകുന്നവരുടെ മുഖത്തിന്റെ അടുത്തേക്ക് വെച്ച് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. ഭ്രാന്തന്മാർ മാത്രം ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പരിഭ്രാന്തിയോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുന്നു എന്നാണ്. ഏതൻസിന്റെ തെരുവിലൂടെ അനേകർ നടന്നുപോയിട്ടും അവരെ മനുഷ്യരായി കാണുവാൻ കഴിഞ്ഞില്ല. അതേ ദുഃഖത്തിന്റെ മുഖങ്ങൾ, കണ്ണുനീരിന്റെ മുഖങ്ങൾ, വേദനയുടെ മുഖങ്ങൾ, സങ്കടത്തിന്റെ മുഖങ്ങൾ, സന്തോഷത്തിന്റെ മുഖത്തെ കാണാൻ കഴിയാതെ വണ്ണം അതേ തീർന്നുപോയൊരു കാലഘട്ടത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുക, കുടുംബങ്ങളിലേക്ക് ഉടഞ്ഞുപോയ, തകർന്നുപോയ എത്രയോ കുടുംബങ്ങൾ, ജീവിതങ്ങൾ, സ്പർദ്ധയിലും വൈരാഗ്യത്തിലും ജീവിക്കുന്ന മനുഷ്യർ, നീറുന്ന മനുഷ്യർ, ആന്തരികമായ വ്രണങ്ങൾ പൊറുക്കാതെ കേഴുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എവിടെയാണ് ശാന്തിയും മോക്ഷവും ലഭിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ മാത്രം. അവിടെ മാത്രമാണ് സമാധാനം ലഭിക്കുന്നത്. അനേകർ ഇന്നും രക്ഷയെ വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വിശ്വാസത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കാത്തവരുണ്ട്. നമുക്കറിയാം, 1912 ഏപ്രിൽ മാസം 14 ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ അപകടം നടന്നു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ടൈറ്റാനിക് എന്ന കപ്പൽ തകർന്നു. 700 പേരെ മാത്രമേ അവർക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞുള്ളൂ. 1500-ലധികം ആൾക്കാർ ആ അപകടത്തിൽ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പോയി. ആ കപ്പൽ സൗത്താംപ്ടൺ തുറമുഖം വിടുമ്പോൾ അതിലേക്ക് ഓരോരുത്തരായി ഈ അന്നുണ്ടായതിലെ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാനിക് കപ്പൽ ഇംഗ്ലണ്ടിലെ തുറമുഖത്ത് നിന്ന് വിടാനെന്ന് മുമ്പ് ആളുകൾ ഓരോരുത്തരായി കയറുമ്പോൾ ഒരു യാത്രക്കാരൻ ക്യാപ്റ്റൻ സ്മിത്തിനോട് ചോദിച്ചു, ഈ കപ്പൽ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, മുങ്ങിപ്പോയാൽ രക്ഷപ്പെടാനുള്ള മാർഗം രക്ഷാ ബോട്ടുകൾ ഇതിലുണ്ടോ എന്ന് ചോദിച്ചു. രക്ഷാ ബോട്ടുകൾ സാധാരണ ഒരു ഇന്റർനാഷണൽ ലോയാണ്. നമുക്കറിയാം, ട്രെയിനുകൾക്ക് എമർജൻസി ഡോറുകളുണ്ട്, എമർജൻസി എക്സിറ്റുകളുണ്ട്, ഫ്ലൈറ്റിലുണ്ട്. ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോഴേ അവരുടെ ഇന്നിടത്തൊക്കെയാണ് എമർജൻസി എക്സിറ്റ് എന്നൊക്കെ പാസഞ്ചേഴ്സിനെ ഓർമ്മിപ്പിക്കും. ഇതിനുമുണ്ട് അവർ സാധാരണ സൂക്ഷിക്കുന്ന ചെറിയ ബോട്ടുകൾ, ലൈഫ് ബോട്ടുകൾ. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെ മുക്കുവാൻ കഴിയുകയില്ല. കപ്പൽ ഏതാണ്ട് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ നടുവിലെത്തി. ആടിയും പാടിയും സന്തോഷിച്ചും പോകുമ്പോൾ അവർക്കൊരു സന്ദേശം കിട്ടി. കപ്പൽ കടന്നു പോകുന്ന ചാനലിലൂടെ ഭീമാകാരമായിരിക്കുന്ന ഒരു മഞ്ഞുമല ഒഴുകി വരുന്നുണ്ട്, സൂക്ഷിക്കണം. രേഖപ്പെടുത്തിയ അനുസരിച്ച് 18 or 20 നോട്ടിക്കൽ മൈൽ വേഗതയിൽ പൊയ്ക്കൊണ്ടിരുന്ന കപ്പൽ അവർ സ്പീഡ് കുറച്ചില്ല. ആ കപ്പൽ ആ മഞ്ഞുമലയിൽ തട്ടി 2ആയി പിളർന്ന് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ആണ്ടുപോയി. എന്തുകൊണ്ടാണ് ആ കപ്പൽ തകർന്നു പോയെന്ന് ചോദിച്ചാൽ നാം പറയുന്ന ഉത്തരം, അതിൻ്റെ കപ്പൽ ചാനലിലൂടെ കടന്നു വന്ന ഒരു മഞ്ഞുമല ഇടിച്ച് 2ആയി പിളർന്നുപോയി എന്നാണ്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം അതല്ല. അതിന് ലഭിച്ച ഒരു സന്ദേശത്തെ അവഗണിച്ചു. നിങ്ങൾ പോകുന്ന കപ്പൽ ചാനലിലൂടെ ഭീമാകാരമായിരിക്കുന്ന ഒരു മഞ്ഞുമല വരുന്നുണ്ട്, സൂക്ഷിക്കണം. ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രിയിൽ അവൻ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ അവർ ദൈവശബ്ദത്തെ, മുന്നറിയിപ്പിനെ അവഗണിച്ചു. നാം വായിച്ച വേദഭാഗം ഇബ്രായലേഖനത്തിൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ആ മുന്നറിയിപ്പിനെ നാം അവഗണിക്കുന്നു എങ്കിൽ അതിനേക്കാൾ ഭയാനകമായിരിക്കുന്ന ഒന്നുമില്ല. ആ ദൈവിക മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരായിട്ട് ആരെങ്കിലും മുമ്പോട്ട് പോകുന്നവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെ യേശു ക്രിസ്തുവിന് സമർപ്പിച്ചു കൊടുക്കണം.
ഈ വലിയ മുന്നറിയിപ്പ് ദൈവം മനുഷ്യവർഗത്തിന്റെ അതേ രക്ഷയ്ക്കായി വെച്ചിരിക്കുകയാണ്. അവനെ വിശ്വസിച്ചുകൊണ്ട്, അവനിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട്, നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ആ മുന്നറിയിപ്പിന്റെ മുമ്പിൽ നിങ്ങളെ താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തുവാനായിട്ട് കഴിയും. കർത്താവ് തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. നിങ്ങൾ ബലിഗ്രഹാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, എരിയുന്ന തീച്ചൂളை. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. 1947 ഡിസംബർ 6 അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ വിനി കോൾഫ് എന്ന് പറയുന്ന ഹോട്ടലിന് തീ പിടിക്കുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. 1940-കളിലെ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന വലിയ കെട്ടിടങ്ങളിലൊന്നാണ് 16 നിലയുള്ള ഒരു കെട്ടിടം. അതിൽ വന്ന് താമസിക്കുന്നവരൊക്കെ ലോകത്തിലെ വലിയ ധനാഢ്യന്മാർ, വലിയ ബിസിനസ്സുകാരൊക്കെയാണ് താമസിക്കുന്നത്. ഡിസംബറിലെ അതിഭയങ്കരമായിരുന്ന തണുപ്പുള്ള രാത്രിയിൽ ആ കെട്ടിടത്തിന്റെ അടിക്ക് തീ പിടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തീ പടർന്ന മുകളിലേക്ക് കയറി. ഉറങ്ങിക്കിടന്ന ആളുകളെല്ലാം എഴുന്നേറ്റു. അവർ താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരു തീഗോളം പോലെ രൂപാന്തരപ്പെട്ടു ഹോട്ടലിന്റെ അടിഭാഗം മുഴുവനും. ചില ആളുകൾ ടെറസിന്റെ മുകളിലേക്ക് ഓടിക്കയറി നിലവിളിയോടെ താഴേക്ക് ചാടി. ഒരാൾ പോലും ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ല. ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. കാരണം ആ ഹോട്ടലിന് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നു. അപകടമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള രക്ഷാവാതിൽ ആ ഹോട്ടലിനുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെട്ടില്ല. ആ അന്വേഷണ കമ്മീഷൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ശക്തമായ തീയും പുകയുമേറ്റ് രക്ഷാവാതിൽ ഏതെന്ന് കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശക്തമായ തീയും പുകയുമേറ്റ് രക്ഷാവാതിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയാത്തവരായി ഈ ശബ്ദവൃത്തത്തിനുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ സമീപത്തേക്ക് നിങ്ങൾ കടന്നു വരിക. ഇന്ന് രാത്രിയിൽ അവന്റെ പാദപീഠങ്ങളിലേക്ക് അടുത്തു വന്നാൽ നിങ്ങൾ വാസ്തവമായ ഒരു വിശ്വാസിയായി തീരും. നിങ്ങളൊരു ക്രിസ്തു വിശ്വാസിയായി ജീവിക്കും. നിങ്ങളുടെ ദൈവത്തിനാവശ്യം നിങ്ങളുടെ മതവിശ്വാസമല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസം. പലർക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവമുണ്ടോ എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ തലമുറയിൽ തന്നെ അനേക ചെറുപ്പക്കാർ ചോദിക്കാറുണ്ട്, കർത്താവ് മടങ്ങി വരുമോ, അവൻ ഉയർത്തെഴുന്നേറ്റുമോ? ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന് അനുസൃതമായി ആനുകാലികമായി ഉണ്ടാക്കി വെച്ച ചരിത്രം കൂടെ സാക്ഷിക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ദൈവത്തെ ആര് കണ്ടിട്ടുണ്ട്? ആർക്കത് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഓർക്കുന്നു, 74-ലാണെന്ന് തോന്നുന്നു, ഓടനാവട്ടത്ത്, എൻ്റെ സ്വന്തം സ്ഥലമായ ഓടനാവട്ടത്ത് ഞാൻ ഇന്നൊരു ട്യൂട്ടർ കോളേജ് നടത്തുന്ന സമയം വൈകിട്ട് രക്ഷിക്കപ്പെട്ട കുറേയേറെ ചെറുപ്പക്കാർ ആ സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു റൂമിൽ കൂടി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ കലാധരൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അവിടെ കയറി വന്നു. നക്സൽബാരി പ്രസ്ഥാനം ഏറ്റവും പ്രബലമായിരിക്കുന്ന ആ കാലഘട്ടം, നക്സൽബാരി, വർഗീസ്, കുന്നിക്കൽ നാരായണനെ, അജിത തുടങ്ങി അവരുടെയൊക്കെ കുറിച്ചുള്ള വാർത്തകൾ, ഇങ്ങനെ വെള്ളത്തൂൽ സ്റ്റീവൻ തുടങ്ങിയവരെ കുറിച്ചുള്ള വാർത്തകൾ ദിനംതോറും കേൾക്കുന്ന കാലഘട്ടം. ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറോടെ ട്യൂട്ടർ നടത്തുന്നതാണല്ലേ? അതെ. ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവത്തെ സാറിന്ന് കാണിച്ചു തന്നാൽ ഇവിടെ വെച്ച് ഞാനത് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കത്തില്ല. ഞാൻ ശാന്തമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവനും മൗനമായ ഒരു 4-5 മിനിറ്റ് എടുത്ത് അദ്ദേഹം വിശദീകരിച്ചു. പിന്നീട് മനസ്സിലാക്കിയത് അദ്ദേഹം നക്സൽബാരി പ്രസ്ഥാനത്തിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് ഇതെല്ലാം എന്നോട് സംസാരിച്ചത്. എന്നാൽ തൻ്റെ മറുസൈഡിൽ താൻ വളരെ റീസണബിൾ ആയിരുന്നു. തനിക്ക് കിട്ടിയ ആശയങ്ങളാണ് അദ്ദേഹം എന്നോട് കൊണ്ട് പങ്കുവെച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ എന്നെ ദൈവത്തെ കാണിച്ചു തന്നാൽ. അപ്പം ഞാൻ ചോദിച്ചു, കാണാത്ത കാര്യങ്ങളൊന്നും വിശ്വസിക്കത്തില്ലേ? ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. കലാധരൻ്റെ അച്ഛനുണ്ടോ? ഉണ്ട്. അച്ഛനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടാണോ അച്ഛനെന്ന് വിളിക്കുന്നത്? താൻ 1 മിനിറ്റ് മൗനമായി. എന്നാൽ അന്ന് ആ സന്ധ്യാവേളയിൽ കലാധരൻ ദൈവമുൻപാകെ മുട്ടുകുത്തി. അവൻ കർത്താവിനെ സ്വീകരിച്ചു.
നമ്മുടെ കണ്ണിൽ നിന്നും ഏതാനും ഇഞ്ച് അകലമുള്ള പുരികം നമുക്ക് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുമോ? വേണമെങ്കിൽ കണ്ണാടി വെച്ച് നോക്കണം. നമുക്കെല്ലാവർക്കും തലച്ചോറുണ്ട്. നിങ്ങൾക്ക് തലയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ സന്തോഷം, സ്തോത്രം പറഞ്ഞ് നിങ്ങൾ പോവുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട് ഇലക്ട്രിസിറ്റി? നാം കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കേണ്ടവരാണ്. നാം ആരും കർത്താവിനെ കണ്ടിട്ടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നാം നമ്മുടെ ആന്തരിക കണ്ണുകളുണ്ട്, നാം അവനെ കണ്ടിരിക്കുകയാണ്. അവനിൽ നാം വിശ്വസിക്കുന്നവരാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വാസ്തവമായി വിശ്വാസികളായി തീർന്നിട്ടുള്ളോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ്. എനിക്ക് തന്ന വിഷയം വിശ്വാസിയും വിശുദ്ധ ജീവിതവുമാണ്. വിശ്വാസിക്കാണ് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വാസ്തവമായി വിശ്വാസികൾ, നിങ്ങൾ സ്നാനപ്പെട്ടവരായിരിക്കാം, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു തർക്കവുമില്ല. പക്ഷേ നിങ്ങൾ വാസ്തവമായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയായി തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ പഴയ ജീവിതത്തെ പാടെ ഉപേക്ഷിച്ച് നിങ്ങൾ യേശുവിന്റെ പിന്നാലെ പോകുന്ന, യേശുവിനായി സമർപ്പിച്ച ഒരു ജീവിതമുള്ള വ്യക്തിയായിട്ടാണോ നിങ്ങൾ വാസ്തവമായി ജീവിക്കുന്നത്? കർത്താവ് പത്രോസിനെ വിളിച്ചപ്പോൾ അവൻ എന്തോ ചെയ്തേ? അവന്റെ പടകും വലയും എല്ലാം എന്ത് ചെയ്തു? ഇങ്ങനെ ഇരിക്കട്ടെ, ഇതും കൂടെ തൽക്കാലം കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ പോയില്ല? അതെല്ലാം സകലവും വിട്ടു. നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നവരെങ്കിൽ നിങ്ങൾ സകലതും വിട്ടവരാണോ? സകലതും വിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവരാണോ? ആത്മപരിശോധനയ്ക്കായി ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ്. ഒരു വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, അത് വലിയൊരു വിഷയമാണ്. ഇന്ന് രാത്രിയിൽ ഒരു വിശ്വാസിയായി തീർന്നു, ഞാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് എനിക്കും നിങ്ങൾക്കും സാക്ഷ്യം പറയാനായിട്ട് കഴിയും. ലോകത്തിന് മുന്നിൽ പറയുന്ന സാക്ഷ്യത്തിനല്ല വില. വാസ്തവമായി നിങ്ങളുടെ ഉള്ളിൽ ആ പ്രക്രിയ നടന്നിട്ടുണ്ടോ? അതിന്റെ മാറ്റം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ യഥാർത്ഥമായി യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിയായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് രാത്രി കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് അവസാനിച്ചാൽ തീർന്നു. മരണത്തിനൊരു വാക്കേ ഉള്ളൂ, വരൂ പോകാം. അതിനപ്പുറം ഒന്നുമില്ല. മരണത്തിന് വരൂ പോകാം എന്ന് പറയും. നമ്മുടെ ജീവിതം എത്ര നിസ്സാരമാണ്. എൻ്റെ വൈഫിൻ്റെ കസിൻ്റെ ഒരു കുഞ്ഞ്, 3 വയസ്സുള്ള ഒരു കുഞ്ഞ് സ്ട്രഗിൾ ചെയ്യുകയാണ് ഇപ്പോൾ US. അതിനൊരു പ്രത്യേകമായ തലച്ചോറിൽ ക്യാൻസർ പിടിവിട്ടു. അതിന് ഒരു മരുന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. വാസ്തവത്തിൽ ഹൃദയഭേദകമായിട്ട് തോന്നി. നമ്മളത്ര നിസ്സാരരായ മനുഷ്യരാണ്. വൈദ്യശാസ്ത്രം എവിടെയെല്ലാം ഉയർന്നു നിന്നാലും നാം ആരാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഞാനും നിങ്ങളും ആരുമല്ല ഭൂമിയിൽ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് വാസ്തവമായി ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി തീർന്നിട്ടില്ല എങ്കിൽ ഈ ജീവിതം കൊണ്ട് നിങ്ങൾ ഒന്നും നേടുന്നില്ല. ബൈബിൾ പറയുന്ന ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? ഇന്ന് രാത്രിയിൽ ഞാൻ പിന്നെയും നിങ്ങളോട് ആവർത്തിക്കുകയാണ്, നിങ്ങൾ വാസ്തവമായി ഒരു വിശ്വാസിയായി തീർന്നിട്ടുണ്ടോ? നിങ്ങൾ പൂർണ്ണമായി നിങ്ങളെ സമർപ്പിച്ച് ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്തൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആവർത്തിക്കട്ടെ, കർത്താവെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അല്ല വിശ്വാസം. ആന്തരികമായിരിക്കുന്ന ആ വലിയ ഒരു പ്രക്രിയ ഉള്ളിൽ നടക്കണം. എന്റെ പാപത്തെ മുഴുവനായി അത് എന്നിൽ നിന്ന് മാറി അതേ യേശു ക്രിസ്തു എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഇരിക്കത്തക്ക നിലയിൽ എന്റെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരണം. അതിപരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് പരിശുദ്ധിയുള്ള സ്ഥാനത്ത് മാത്രമേ ഇരിക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ പാപങ്ങളെല്ലാം മോചിച്ചു, എന്റെ പാപത്തിന്റെ കടങ്ങളെല്ലാം വീട്ടി തന്ന് ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. ഒരു പുതിയ ആത്മാവിനെ അവൻ എന്റെ ഉള്ളിലേക്ക് ആക്കി തന്നു. ഞാനൊരു പുതിയ വ്യക്തിയായി തീർന്നു. ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളൊരു വിശ്വാസിയല്ല, ക്രിസ്തു മത വിശ്വാസിയാണ്. അല്ലെങ്കിൽ പള്ളി ഭക്തനെന്ന് വേണമെങ്കിൽ വിളിക്കാം, മതഭക്തനെന്ന് വിളിക്കാം, വ്യത്യസ്തമായ നിലകളിൽ അതേ പറയുവാനായിട്ട് കഴിയും.
രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ പരിശോധിക്കണം. ദൈവമുണ്ടാകെ വാസ്തവമായി ഒരു വിശ്വാസിയായി തീർന്നിട്ടില്ല എങ്കിൽ, ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്ത വിശ്വാസിയായി തീർന്നിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവമുണ്ടാകെ ഒരു തകർന്ന ഹൃദയവുമായി അവന്റെ മുന്നിൽ ചെല്ലണം. തിരുവഴുത്തിൽ നാം വായിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നോക്കുക, രക്ഷ ഒരു തകർന്ന മനസ്സുമായിട്ടാണ് അവന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടത്. ഞാൻ ഓർക്കുന്നു 1971 ജനുവരി മാസം 23 രാത്രി ഓടനാവട്ടം മർത്തോവ പള്ളിയുടെ അങ്കണത്തിൽ നടന്നൊരു സുവിശേഷ യോഗത്തിൽ ന്യായവിധിയെക്കുറിച്ച് ഒരു ദൈവദാസൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു ഓൾട്ടർ കോളും അദ്ദേഹം തരാതെ തന്നെ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്ന് വാവിട്ട് കരഞ്ഞ സന്ദർഭം ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് താരതാരിയായി ഒഴുകി തകർന്നുപോയി എൻ്റെ മനസ്സാ രാത്രിയിൽ. നുറുങ്ങിയ ഹൃദയത്തോടെ അന്ന് രാത്രിയിൽ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവം, യേശു എൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്ന് നാം പാടാറുണ്ട്. വാസ്തവമായി മാറ്റം വന്നിട്ടുണ്ടോ? നാം വിശുദ്ധ ജീവിതത്തെ കുറിച്ച് നാളെ പഠിക്കുവാനായി പോകുമ്പോൾ ഈ നിലയിൽ വിശ്വാസത്തിലേക്ക് വന്നവന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാനായിട്ടുള്ളത്. നമ്മുടെ വ്യത്യസ്തമായ എല്ലാ മേഖലകളെയും നമുക്ക് പരിശോധിക്കണം. നാളെ എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഭൗമികമായ ജീവിതത്തിൽ, എൻ്റെ ധനപരമായ കാര്യങ്ങളിൽ, എൻ്റെ സഭാജീവിതത്തിൽ തുടങ്ങി സകല വിഷയങ്ങളിലും ഞാൻ സൂക്ഷിക്കേണ്ട വിശുദ്ധി ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മെ നാളെ സഹായിക്കട്ടെ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാതെ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വാസ്തവമായ ഒരു ക്രിസ്തു വിശ്വാസിയായി തീർന്നിട്ടുണ്ടോ? കേവല വിശ്വാസം എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നവരാണോ? വേർപെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ ഏറ്റവും അപകടകരമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെടുത്തും. സുവിശേഷം പറയുന്ന ജോലി മാത്രമാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ ആത്മാവാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ പുകഴ്ചയ്ക്കായിട്ട് പറയുകയാണ് തെറ്റിദ്ധരിക്കുന്ന ഒരു ഇൻസിഡന്റ് മാത്രം ഞാൻ പറയാം. ചില ക്യാൻസർ രോഗി, കുറച്ച് ക്യാൻസർ രോഗി, ചില വർഷങ്ങളോളം തിരുവനന്തപുരത്ത് ക്യാൻസർ രോഗികളെ ഞാൻ താമസിപ്പിച്ചിരുന്നു. അവിടെ ഞാൻ വൈകിട്ട് അവിടെ ചെല്ലും വരെ കാണാനായിട്ട്. അതിവേദനയിൽ പിടയുന്നവരാണ് പലരും. കീമോ എടുത്ത് ആ കീമോയുടെ വേദനയിൽ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാതെ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ, എത്രയോ സഹോദരിമാർ, സഹോദരന്മാർ. ഞാൻ അവിടെ ചെന്ന് എനിക്ക് കിട്ടുന്ന സാവകാശം അനുസരിച്ച് അവരോട് സുവിശേഷം പങ്കുവയ്ക്കുമായിരുന്നു. അന്ന് 12 വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ, അവൻ്റെ ക്യാൻസർ രോഗിയായിട്ടാണ്. ഇന്ന് അവനൊരു എഞ്ചിനീയറായി. ഞാൻ അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞു. ഒരു 6:30 ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. ഒരു 9:30 മണി കഴിഞ്ഞപ്പോൾ ഈ മോൻ എന്നെ വിളിച്ചു. പറഞ്ഞു, അപ്പച്ച ഇന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയോടെ കഴിക്കും. ഇന്ന് ഞാൻ മരിച്ചാൽ നരകത്തിലേക്ക് പോവുകയുള്ളൂ. എനിക്കൊരു ദൈവവൈദ്യരായിത്തീർന്നു. അവൻ കരയാൻ തുടങ്ങി. ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ സ്വന്തം ഭാഷയിൽ, നിന്റെ ദൈവം തരുന്ന ഭാഷയിൽ നീ മുട്ടുകുത്തി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പാപമോചനത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ മാതാപിതാക്കൾ ഇത് അറിഞ്ഞു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അവൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും അടുക്കളയിൽ പോയി ആഹാരം പാചകം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ആ ക്യാൻസർ രോഗിയായ മകന്റെ ജീവിതത്തിലെ മാറ്റം മാതാപിതാക്കൾ വളരെ വേഗം മനസ്സിലാക്കി. പിൽക്കാലത്ത് അവർ കൂടെ വിശ്വാസത്തിലേക്ക് വന്നു. ഇടയ്ക്കൊക്കെ ഇപ്പോൾ അവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും. അവൻ വന്ന മാറ്റം അവൻ്റെ ഭവനത്തിലാണ് ആദ്യം അറിഞ്ഞത്. എം പി ജോൺ സാർ പറയുന്നൊരു കഥയുണ്ടായിരുന്നു പണ്ട്. നിങ്ങൾ എം പി ജോൺ സാറിനെ അറിയാവുന്നവർ എത്ര പേര് ഇവിടെ പോകണമെന്ന് എനിക്ക് അറിയില്ല. കണ്ടുള്ള പീറ്റർ സോറിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ജോയൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. എം പി ജോൺ സാർ പറയുന്നത്, ഒരു കള്ളുകുടിയനായ മനുഷ്യൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഇയാൾ കള്ളൊക്കെ കുടിച്ച് ആടി വീട്ടിലോട്ട് വരുമ്പോൾ ഈ പട്ടിക്ക് എപ്പോഴും സ്നേഹമാണല്ലോ വീട്ടിലുള്ളവരോട്. വാല് ആട്ടി ചെല്ലുമ്പോൾ ഇയാൾ കാല് മടക്കി ഒരു അടി കൊടുക്കും. ഈ പട്ടി അടി കൊണ്ട് കരച്ചിലോട് ഓടിപ്പോകും. ഇങ്ങനെ ദിവസവും പല പ്രാവശ്യം അടി കൊണ്ട് ഈ പട്ടി തീരുമാനിച്ച് ഇനി ഇയാൾക്കുള്ള അടിയും തൊഴിൽ കൊള്ളാം, ഞാൻ എന്തിനാ പോകുന്നത്,
വീട്ടിലോട്ട് കയറിയാൽ അവിടെ നിലവിളിയാണ്. ഭാര്യയും മക്കളെ എല്ലാം ഇയാൾ തൊഴിക്കും, അടിക്കും. അവിടെ നിലവിളി, ഇപ്പുറത്ത് പട്ടിയുടെ നിലവിളി. പട്ടി തീരുമാനിച്ച് ഇനി ഇയാളുടെ അടുത്തോട്ട് വെറുതെ തൊഴി മേടിക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം പട്ടി നോക്കിയപ്പോൾ കാണാൻ ഇത് കഥയാണ്. ഇങ്ങനെ ആളിങ്ങനെ നടന്നു വരുന്നു, പഴയതുള്ള ആട്ടമൊന്നുമില്ല, നേരെ വരുന്നു. അപ്പം പട്ടിക്കൊരു സംശയം, ഇയാൾ എന്തോ പറ്റി? പട്ടി പെതുക്കെ അയാൾ അടുത്തോട്ട് ചെന്നു, വാലാട്ടിക്കൊണ്ട് അയാൾ പെതുക്കെ അതിൻ്റെ ദേഹത്ത് തടവി. പട്ടിക്ക് മനസ്സിലായി അയാളിലൊരു മാറ്റം വന്നു എന്ന്. ജോൺ സാറ് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വ്യത്യാസം, നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ വരുന്ന വ്യത്യാസം നിങ്ങളുടെ വീട്ടിലെ പട്ടി പോലും അറിയണം. പട്ടി പോലും അറിയണം, നിങ്ങളുടെ അയൽക്കാരറിയണം. നിങ്ങളുടെ എത്ര പേർക്ക് അയൽക്കാർക്ക് അറിയാം നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണെന്ന്? എത്ര പേർക്കറിയാം നിങ്ങൾ വാസ്തവമായി വിശ്വാസികളാണെന്ന്? എത്ര പേർക്കറിയാം? നിങ്ങളുടെ അയൽക്കാർക്ക് അവർക്ക് വല്ല ബോധ്യമുണ്ടോ? നിങ്ങളുടെ ജീവിതം കണ്ട് ഈ ആള് ഒരു ദൈവവേദനാണെന്ന് പറയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് ജീവിതം? പിന്നെ എന്താണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ? ഒരിക്കൽ ഞങ്ങൾ ഹൗസ് വിസിറ്റിങ്ങിനായിട്ട് പോകുമ്പോൾ ഒരു ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരാളുടെ വീട്ടിൽ കയറി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ട ആളാണ്. വിശ്വാസി എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട ആളാണ്, വാസ്തവമായി രക്ഷിക്കപ്പെട്ട ആളാണ്. അവരുടെ നിർബന്ധത്തിലാണ് ആ വീട്ടിൽ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇത്ര പറഞ്ഞു, ഐ ഡു ബിലീവ് ദാറ്റ് ദർ ഈസ് എ സൂപ്പർ ഇന്റലിജന്റ് ബ്രെയിൻ ബിഹൈൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അത് ദൈവമൊന്നും വിളിക്കാൻ തരല്ല, ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് പോകുന്നേരം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ആ കാണുന്ന വീട്ടിൽ ഒന്ന് കയറിയിട്ട് വേണം പോകാൻ, അവരെ ഒന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുത്തണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ്റെ വീടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അപ്പം നമുക്കുള്ള സാക്ഷ്യം, നാം വിശ്വാസിയാണെന്ന് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ വിശ്വാസിയാണോ? ഇന്ന് രാത്രിയിൽ വാസ്തവമായി വിശ്വാസിയായി തീർന്നിട്ടില്ല എങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ ഞാനൊരു പാപിയാണ്, തകർന്ന ഹൃദയവുമായവൻ്റെ മുമ്പിൽ, കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരം നീ കാൽവരിയിലെ ക്രൂശിൽ നിർവഹിച്ച ദൈവമാണ്, ഞാനത് വിശ്വസിക്കുന്നു. കർത്താവേ എന്നെ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു, നിനക്കായി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു, നീ എന്നിൽ ജീവിക്കണമേ എന്ന് പറഞ്ഞു ഒരു തീരുമാനമെടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ തീരുമാനമെടുത്താൽ നീ ഒരു വിശ്വാസിയായി തീരും. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നാം വാസ്തവമായ ഒരു വിശ്വാസിയാണോ? ആ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാനായി കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ വിശ്വാസി എന്ന് പറഞ്ഞ് വെറുതെ ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത സമയത്തിൽ കേട്ട കണക്കനുസരിച്ച് കേരളത്തിലെ ബ്രദറുകാർ എല്ലാം കൂടെ 50,000 താഴെയുള്ളൂ. ഒന്ന് ലേറ്റസ്റ്റ് കണക്കിൽ. എന്ത് എണ്ണമൊക്കെ ഇങ്ങനെ കുറയുന്നേ? എന്താണ് കാരണം? നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കണം, നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഒന്ന് നാം വിശ്വാസിയാണെന്ന് പോലും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനോ നമ്മുടെ ജീവിതം കണ്ട് ചിലർ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുവാനോ പോലും കഴിയാതെ നാം ആയി തീർന്നു പോയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിലേക്ക് വരുവാൻ, വാസ്തവമായ ഒരു വിശ്വാസിയായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള ധാരാളം പേരുടെ ഉണ്ട്. ഞാൻ അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. എന്നാൽ വാസ്തവമായി വിശ്വാസത്തിലേക്ക് വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഈ ശബ്ദവൃത്തത്തിനുള്ളിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കാൽവരിയിലേക്കൊന്ന് നോക്കണം. ഒറ്റ നോട്ടം. അടിമുടി മുഴുവനായി തകർന്ന് ക്രൂശിന്മേൽ കിടക്കുന്ന ദൈവപുത്രനെ കാണാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന യേശു ക്രിസ്തു, അതിനെക്കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിലെ ജയിലുകളിലൊക്കെ പോകുമ്പോൾ അവരോട് ഞാൻ ഈ കഥ പറയുമായിരുന്നു. കേവലം ഒരു കഥയാണ്. ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീയെ ഗ്രാമത്തിലവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു പരാതിയുമായി രാവിലെ ചെന്നു. ആ പരാതി ഇങ്ങനെയായിരുന്നു: യജമാനനെ എൻ്റെ കോഴി ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. എൻ്റെ ജീവിതമാർഗമായിരുന്നു ആ കോഴി. കോഴിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഗ്രാമത്തലവൻ കോപിച്ചു. നിങ്ങൾ വടക്കേന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ കാണാം, ഗ്രാമങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഗ്രാമത്തലവന്മാരാണ്. അവർ വളരെ പവർഫുള്ളുമായിരിക്കും. അവരുടെ അനുവാദം കൂടാതെ ചില ഗ്രാമങ്ങൾ നമുക്ക് പ്രവേശിക്കാൻ പോലും കഴിയത്തില്ല. അപ്പോൾ ഈ
സ്ത്രീയോട് പറഞ്ഞു, ആ ആളിനെ പിടിച്ച് ഞാനൊരു 5 അടി കൊടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. ശിക്ഷയും പ്രഖ്യാപിച്ചു. അവർ പോയി. 2 ദിവസം കഴിഞ്ഞ് വേറൊരാൾ വന്നു. അവരുടെ കോഴി മോഷണം പോയി. പാടിയുടെ എണ്ണം 5 10 2 ദിവസം കഴിഞ്ഞ് വേറെ ആളുടെ മോഷണത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു, ശിക്ഷയുടെ അളവും വർദ്ധിച്ചു. ഏതാണ്ട് 100 അടി വരെയായി. ഇതൊരു കേവലം കഥയാണ്. ഈ സന്ദർഭത്തിൽ കോഴിയെ മോഷ്ടിച്ച ആളിനെ പിടിച്ചു. അത് ഈ ഗ്രാമത്തലവൻ്റെ അമ്മയായിരുന്നു. അവർ കോഴിയെ മോഷിച്ചുകൊണ്ടുവന്ന് കറി വെച്ച് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അദ്ദേഹം ഗ്രാമത്തിലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി. ഒരു തൂണ് കുഴിച്ചു നിർത്തിയിട്ട് അമ്മയെ പിടിച്ച തൂണിൽ കെട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ 100 അടി അടിക്കണം. എൻ്റെ അമ്മ തെറ്റ് ചെയ്ത ആളാണ്, യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുതെന്ന് പറഞ്ഞു. ഒരു യൗവനക്കാരൻ്റെ കയ്യിൽ, ആരോഗ്യമുള്ള യൗവനക്കാരൻ്റെ കയ്യിൽ ഒരു വലിയ വടിയും കൊടുത്ത് അമ്മയെ തല്ലാനായിട്ട് ആ കെട്ടിയിട്ടേക്കുന്ന സ്ഥാനത്തേക്ക് ചെന്നു. അവൻ വടി ഓങ്ങിയപ്പോൾ ആ ഗ്രാമത്തിൽ അവൻ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. തെറ്റ് ചെയ്തത് അമ്മ, ശിക്ഷ ഏറ്റുവാങ്ങിയത് മകൻ. കാലുകളിലേക്ക് നോക്കൂ, എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി എൻ്റെയും നിങ്ങളുടെയും പാപം ഏറ്റുവാങ്ങി ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത, പാപം ചെയ്യുവാൻ കഴിയാത്ത പവിത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങി. തകർന്നു പോയ ഒരു ശരീരം ക്രൂശിന്മേൽ കിടപ്പുണ്ട്. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എന്ന് നാം വായിക്കുന്ന ഭാഗം ശരിയായി ഭാഷാന്തരം ചെയ്താൽ ആ ആളല്ല ഇവൻ എന്നാണ്. ഈ കഴിഞ്ഞ 3.5 വർഷമായി നാം കണ്ടുകൊണ്ടിരുന്ന ആളല്ല ഇവനെന്ന് പറയത്തക്ക നിലയിൽ രൂപമാറ്റം സംഭവിച്ച് ക്രൂശിന്മേൽ കിടക്കുന്ന യേശു കർത്താവ്, എനിക്ക് നിങ്ങൾക്കും പകരക്കാരനായി തീർന്ന കർത്താവിനെ ഇന്ന് രാത്രിയിൽ വിശ്വാസത്താൽ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ വിശ്വാസിയായി തീരും. നിങ്ങളുടെ പേർ കൂടെ ജീവപുസ്തകത്തിൽ എഴുതും. ബൈബിൾ പറയുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, അത് ബ്രദറുകാരോ ബന്ധക്കൂസുകാരോ യാക്കോബക്കാരോ മർത്തോമക്കാരോ ഹൈന്ദവരോ ഇസ്ലാം മതക്കാരോ എന്നൊരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിലേക്ക് തള്ളിയിടും. രാത്രിയിൽ ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾക്ക് മനോഹരമായ ഒരു സന്ദേശം സ്വർഗത്തിലെ ദൈവം നൽകി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് ഉപയോഗിക്കാൻ ദൈവം തൻ്റെ ദാസനെ ഉപയോഗിച്ചു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനും ആ നിലയിൽ നന്ദി പറയുന്നു. വിശ്വാസിയും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് നാം കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. പ്രാരംഭത്തിൽ ഇന്നത്തെ ദിവസം വിശ്വാസി എന്താണ്, എങ്ങനെയാണ് ഒരു വ്യക്തി വിശ്വാസിയായിരിക്കുന്നതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവൻ വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചു. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതം എന്താണെന്ന് പലപ്പോഴും നമുക്ക് തന്നെ അറിയാതെ പോകുന്ന കാലഘട്ടമാണ്. പല കാരണങ്ങൾ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പല വിഷയങ്ങൾ അദ്ദേഹം നമ്മളെ കേൾപ്പിച്ചു. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടുവെങ്കിൽ ദൈവത്തിനൊരു അഭിമാനമായി തീരുവാൻ ഇടയായിത്തീരട്ടെ. അപമാനമല്ല, അഭിമാനം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണെന്ന് ഓർത്ത് സകല സമൂഹത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ മാറത്തടിച്ച് ഉയർത്തി കാണിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ഓർക്കുന്നു. നാളത്തെ ദിവസം ദൈവം അനുവദിച്ചാൽ ഉണ്ട് പ്രിയദാസൻ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അതിന് നാം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ദിവസവും അദ്ദേഹം ഇവിടെ ഉണ്ട്. നാം പ്രത്യേകം പ്രാർത്ഥിക്കുക, കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക, നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുക. അധികകാലമില്ല, അല്പകാലം മാത്രം. കൂടി വന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക നന്ദി പറയുന്നു. ചെന്നപ്പെട്ടിൽ നിന്ന് വന്ന സഹോദരങ്ങളും തൃക്കണ്ണമംഗലിൽ നിന്ന് വന്ന സഹോദരങ്ങളും പൂമ്പയിൽ നിന്ന് വന്ന സഹോദരൻ എല്ലാവരെയും സമീപത്തു നിന്ന് കടന്നു വന്ന പ്രിയ സഹോദരി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വചനം താങ്കൾക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയമാണ്. അതിനുശേഷം ഒരു ചായ ഒരുക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ പോകാവൂ.
എന്ന് ഓർമ്മിക്കുന്നു. നാളെയും മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും കടന്നു വന്ന് ഇതിന് അനുഗ്രഹമാകുന്ന പനവേലി സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ തന്നെ ഇടയാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രികാലം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു വിഷയമായിരുന്നു ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്. ഇന്ന് ഇത്രത്തോളം അനുഗ്രഹമായി നടക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നിയ ആ സ്തോത്രം. പ്രാരംഭത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ അവിടുന്ന് അവസരം നൽകി. അതിനുശേഷം താവെ അവിടുന്ന് വിലയേറിയ വചനത്തിന്റെ ആലോചന ശ്രമിക്കുവാനായിട്ട് അവിടുന്ന് ഇടയാക്കിയല്ലോ ആ സ്തോത്രം. ആരാണ് ഒരു യഥാർത്ഥ വിശ്വാസി? അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ ആ സ്തോത്രം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതാ പഴയതെല്ലാം കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ ജീവിതം, ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം താവേ, അതാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന നിലയിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ കാര്യം. അത് ഇന്ന് രാത്രിയിലും സവിസ്തരം പ്രസ്താവിക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ ആ സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. ആ നിലയിൽ കർത്താവെ, കാലാകാലങ്ങളിൽ അങ്ങനെ വിശ്വസിപ്പാൻ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അവസരം നൽകിയല്ലോ ആ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ വചനം കേട്ട ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഇന്ന് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇന്ന് കേൾപ്പിച്ച ദൈവവചന മുഖാന്തരം അവരുടെ ജീവിതത്തിന് രൂപാന്തരം വരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ, അവിടുന്ന് കൃപ നൽകിയല്ലോ. വിശ്വാസികളായ ഞങ്ങളും അനുഷ്ഠിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങൾ ഇന്ന് രാത്രിയിലും പ്രസ്താവിപ്പാൻ അവിടുന്ന് ഞങ്ങൾ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയ ആ സ്തോത്രം. ഞങ്ങൾ മാതൃകയോടുകൂടെ, സാക്ഷ്യത്തോടുകൂടെ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ ജീവിക്കേണ്ട ആ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് രാത്രിയിലും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ആ സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, വരുന്ന നാളുകൾ കർത്താവിന് കൂടുതലായി കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ ശുശ്രൂഷിപ്പാൻ അവിടുന്ന് ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ആത്മാവിന്റെ നിറവിൽ ദൈവത്തിന് പ്രഘോഷിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ ആ സ്തോത്രം. നാളെ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് വരാൻ താമസിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവനം കേൾക്കുവാൻ അവിടുന്ന് സാവകാശം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കൂട്ടി വരുന്ന എല്ലാവർക്കും ആ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയ സഹോദരനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അതുപോലെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹോദരി സഹോദരന്മാർ കടന്നു വരുവാൻ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് ഇടയാക്കിയ ആ സ്തോത്രം. മാത്രമല്ല പനവേലി ബ്രദർ അസംബ്ലി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അവർ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെ നടന്ന പരസ്യയോഗ ശുശ്രൂഷയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം അത് വിളംബരം ചെയ്യുവാൻ, അത് വിതയ്ക്കുവാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ ആ സ്തോത്രം. അത് 30, 60, 100 മേലിൽ ഫലം കായ്ക്കുവാൻ, ചില വ്യക്തി ജീവിതം കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ചില കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിച്ച് ഇറങ്ങിത്തിരിക്കുവാൻ ആ ശുശ്രൂഷകൾ മുഖാന്തരം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ തുറന്നുകൊണ്ട് അനുഗ്രഹിക്കണമേ. ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് തുറന്ന് സഹായിക്കുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുകൂലമായ സാഹചര്യങ്ങൾക്ക് ആ സ്തോത്രം. എല്ലാ കാലാവസ്ഥയെ നൽകി അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നൽകിയ ആ സ്തോത്രം. ശാന്തമായിട്ടിരുന്ന് ദൈവവചനം കേൾക്കുവാൻ തന്ന എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ ഞങ്ങളെ ഭവനത്തിലേക്ക് അയക്കണമേ. തുടർന്നുള്ള അടിയങ്ങളെ യാത്രയിലൂടെ കൂടെ ഇരിക്കണം. ക്ഷേമത്തോടെ ഭവനത്തിൽ എത്തിച്ചേർന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ അവിടുന്ന് ഇടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വരവ് താമസിക്കുന്നുവെങ്കിൽ വീണ്ടും ഞങ്ങൾ കടന്നു വന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ അവസരങ്ങളെ അവിടെ നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. അടികളെ പ്രാർത്ഥന സ്തോത്രം. സകല മാനവത്വം അവിടത്തേക്ക് ഇരിക്കട്ടെ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശീർവദിച്ചമ്മയെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ നാം ഏവരോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ സദാകാലം വസിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.